ഇതിപ്പോൾ നമ്മൾ 5 ഐറ്റം പറഞ്ഞതിൽ ഒന്നാമത്തെ വെറൈറ്റിയാണിത്, അതായത് നാംഡോക്കുമായി ഗോൾഡ്. ഇത് പിന്നെ രണ്ടാമത്തത് സൂപ്പർ കിങ് എന്ന് പറഞ്ഞ മാങ്ങ, അതായത് 1 കിലോ വരെ തൂക്കം വരുന്നതാണ് സൂപ്പർ കിങ്. ഇത് ഉണ്ടായി വരണുള്ളൂ കേട്ടോ. പിന്നെ മൂന്നാമത്തെ വെറൈറ്റിയാണ് സൂപ്പർ ക്യൂന് എന്ന് പറഞ്ഞതാ കാണുന്നത്, പൂട്ട് വരുന്നത്, ഫ്ലവർ ആയിട്ട് വരുന്നത് സൂപ്പർ ക്യൂൻ. നാലാമത്തതാണ് ഇത് ഗോലക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി. അഞ്ചാമത്തത് കാട്ടിമൂൺ എന്ന് പറഞ്ഞ വെറൈറ്റി. 5 വെറൈറ്റി ഇതിലുണ്ട്. 5 വെറൈറ്റി ഇതിലുണ്ട്. അതിൽ 3 വെറൈറ്റിയും കായ്ച്ചു കഴിഞ്ഞു, 4 വെറൈറ്റിയും കായ്ച്ചു കഴിഞ്ഞു, 1 വെറൈറ്റി കായ്ക്കാനാവുന്നുള്ളൂ. അപ്പൊ 5 വെറൈറ്റി അടങ്ങുന്ന ഒരു അടിപൊളി മാവിന്റെ പ്ലാന്റ് ആയിട്ട് കാണുന്നത്. അതിന് മാങ്ങന്റെ ഭംഗി കണ്ടില്ലേ, മാങ്ങ അടിപൊളിയായിട്ട് കണ്ടില്ല, സൂപ്പർ മാങ്ങ. ഇതിനുള്ളിലൊക്കെ മാങ്ങണ്ടതാ. നമ്മളെ മൊയ്തീഖാന്റെ വീട്ടിലെ ഫാമിലപ്പം ഞാൻ എത്തിയിട്ടുള്ളത്. നമ്മളെ മൊയ്തീഖ് നമ്മളെ കൂടെ ഉണ്ട്. മൊയ്തീഖ, കുറച്ച് നാളിന് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഞാൻ എപ്പോ വരുമ്പോഴും മൊയ്തീഖാന്റെ ഈ ഫാമില് മരങ്ങളൊക്കെ നല്ല നിറയെ കാഴ്ച നിൽക്കുന്നതായിട്ടുള്ള അത്ഭുത കാഴ്ച കാണാറുണ്ട്. ഇന്നും അത് തെറ്റിക്കാതെ തന്നെ കിടക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ട് മാഷാ അല്ലാഹ്. മാത്രമല്ല 10 വർഷമായിട്ട് നമ്മൾ ഈ മേഖലയിൽ ഈ തൈകൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കൂടുതൽ ബിസിനസ് ഒന്നുമല്ല, നമ്മൾക്ക് അത്യാവശ്യമുള്ളവർക്ക് മാത്രം തൈകൾ ഇവിടെ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. നല്ല തൈകൾ മാത്രം കൊടുക്കുന്നു. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ തിരുനാവായ പട്ടണനടക്കാവാണ് ഞങ്ങളെ വീട്ടിലുള്ളൊരു ഫാമാണ്, നഴ്സറി ഒന്നുമല്ല. അതായത് ഒരു 400ഓളം വെറൈറ്റി ഫ്രൂട്ട്സ് നമ്മളടുത്ത് ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒക്കെ 100% ഗ്യാരണ്ടി ഉള്ള തൈകൾ ഞങ്ങൾ കൊടുന്ന് വളർത്തി 10 വർഷം മുമ്പ് വളർത്തിയിട്ട് അതിൽ ഞങ്ങൾ ബഡും ലെയറും ഗ്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും കോട്ടയത്തു നിന്നും ഏകദേശം എല്ലാ ജില്ലകളിൽ നിന്നും വന്ന് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവർ കായ്ച്ചത് അറിഞ്ഞിട്ട് ആണ് വീണ്ടും ആ ഒരു നമ്പർ കൊടുത്തിട്ടും വരുന്നത്. പിന്നെ ഞങ്ങൾ ഈ മേഖലയിൽ ഡെലിവറിയോ കൊറിയറോ ഒന്നുമില്ല. ഇവിടെ തൈകൾ വന്ന് കൊണ്ടുപോവുകയാണ്. ഇവിടെ വന്ന് സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് 100% ഉപകാരപ്പെടും, 100% ശരിയായിരിക്കും. ഞങ്ങളൊരു മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു മാവിൽ തന്നെ 5 ഐറ്റം 8 ഐറ്റം 10 ഐറ്റം ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇത് 5 ഐറ്റം ചെയ്തത് കായ്ച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ 5 ഐറ്റം പറഞ്ഞതിൽ ഒന്നാമത്തെ വെറൈറ്റിയാണിത്, അതായത് നാംഡോക്കുമായി ഗോൾഡ്. ഇത് പിന്നെ രണ്ടാമത്തത് സൂപ്പർ കിങ് എന്ന് പറഞ്ഞ മാങ്ങ, അതായത് 1 കിലോ വരെ തൂക്കം വരുന്നതാണ് സൂപ്പർ കിങ്. ഇത് ഉണ്ടായി വരണുള്ളൂ കേട്ടോ. പിന്നെ മൂന്നാമത്തെ വെറൈറ്റിയാണ് സൂപ്പർ ക്യൂന് എന്ന് പറഞ്ഞതാ കാണുന്നത്, പൂട്ട് വരുന്നത്, ഫ്ലവർ ആയിട്ട് വരുന്നത് സൂപ്പർ ക്യൂൻ. നാലാമത്തതാണ് ഇത് ഗോലക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി. അഞ്ചാമത്തത് കാട്ടിമൂൺ എന്ന് പറഞ്ഞ വെറൈറ്റി. 5 വെറൈറ്റി ഇതിലുണ്ട്. 5 വെറൈറ്റി ഇതിലുണ്ട്. അതിൽ 3 വെറൈറ്റിയും കായ്ച്ചു കഴിഞ്ഞു, 4 വെറൈറ്റിയും കായ്ച്ചു കഴിഞ്ഞു, 1 വെറൈറ്റി കായ്ക്കാനാവുന്നുള്ളൂ. അപ്പൊ 5 വെറൈറ്റി അടങ്ങുന്ന ഒരു അടിപൊളി മാവിന്റെ പ്ലാന്റ് ആയിട്ട് കാണുന്നത്. അതിന് മാങ്ങന്റെ ഭംഗി കണ്ടില്ലേ, മാങ്ങ അടിപൊളിയായിട്ട് കണ്ടില്ല, സൂപ്പർ മാങ്ങ. ഇതിനുള്ളിലൊക്കെ മാങ്ങണ്ടതാ. ഇത് ഇനി വലുതാവോ മൊയ്തീഖ? മാങ്ങ ഇല്ല, മാങ്ങ എത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. ഇത് കളർ ഒന്നും കൂടി വരും, പഴുക്കുന്ന സമയം ഒന്നും കൂടി ഗോൾഡ് ആവും. അതിന് കാരണം ഇപ്പോൾ ഞാൻ ഇതിൽ പറയാൻ കാരണം, ഇതിപ്പോൾ ഞങ്ങൾ ഇതിനൊക്കെ കവർ ഇട്ടിട്ടുണ്ട്. കവർ ഇടാതെ തന്നെ ഗോൾഡ് ആവുന്നത്. ചില മാങ്ങകൾ കവർ ഇട്ടാൽ ഗോൾഡ് ആവുന്നത്, കളർ ആവുന്നതും ഉണ്ട്. അതായത് ഇപ്പോൾ ചുവന്ന കളർ ആവുന്നത് കവർ ഇട്ടാലേ ചുവന്ന കളർ ആവുള്ളൂ. പിന്നെ അതേമാതിരി പർപ്പിൾ എന്നൊക്കെ ഇത് കവർ ഇട്ടാലേ ആവുന്നുള്ളതുണ്ട്, കവർ ഇടാതെ ആവുന്നതും. ഞങ്ങളിവിടെ കവർ ഇട്ടിരിക്കുന്നത് വെച്ചാൽ അതിന് കാരണം, ഇവിടെ കവർ ഇടാതെ വെച്ചുകൊണ്ടിരുന്നാൽ ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടൂല. നേരം രാത്രി ആകുമ്പോക്കിന് അണ്ണാനും എലിയും മറ്റതും മറിച്ചതും വവ്വാലും ഒക്കെ കൂടി വന്നിട്ട് എല്ലാം കടിച്ച് താഴെ ഇടുകയാണ്. ഇപ്പം ഞങ്ങളൊരു ചാമ്പക്ക ഉണ്ട്, ആ ചാമ്പക്കമ്മ ഈ 2 കവർ ഇട്ടിട്ട് 2ഉം 3ഉം കവർ ഇട്ടിട്ട് ആ കവറൊക്കെ കടിച്ച് കീറിയിട്ട് ആ ചാമ്പക്ക നശിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് ഒരാൾ പറഞ്ഞ് ഇതിൽ കവർ എടുക്കാൻ മറന്നതാണോ, അത് വെറുതെ പറയുകയാണോ എന്നൊക്കെ. പക്ഷേ കവർ ഇട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കവർ ഇടാഞ്ഞാൽ അതൊന്നും ഇത് സേഫ്റ്റിക്കാണ് ഈ കവർ ഇടുന്നത്. ഇത് ആളുകൾ വന്ന് പിടിച്ച് പറിക്കും. മാത്രമല്ല ഇത് പക്ഷികൾ വന്നിട്ട് കൊത്തിയിടും. ഇതിനൊക്കെ കവർ നിർബന്ധമാണ്. കവർ അല്ലെങ്കിൽ പിന്നെ അതിന് മൊത്തം പിന്നെ ആകാശം ഒന്നാകെ വല ഇടേണ്ടി വരും. അതിപ്പോൾ നമുക്ക് കഴിയൂല. അപ്പം നമുക്ക് കവർ ഇട്ട് വെക്കുന്നതിന് വേണ്ടി വരും. പക്ഷെ കവർ ഇടാതെ ഗോൾഡ് ആവുന്ന മാങ്ങയാണ് ഇത്. ഈ പിന്നെ നാംഡോക്കുമായി ഗോൾഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങളിപ്പോ ഇതൊക്കെ കവർ ഇട്ടിക്കണ്. ഇവിടെ വാ, ഇനി രണ്ടാമത്തെ വെറൈറ്റി ഗോലക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതാ ഗോലക്ക്. ഇത് മാങ്ങ ഉണ്ടായി വരണുള്ളൂ കേട്ടോ, മുഴുവനായിട്ടില്ല, വലുതായിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് ഗോലക്ക്. ഇതൊക്കെ കവർ ഇട്ടിക്കണ്. കവർ ഇട്ടിട്ടില്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ ഇങ്ങനെ മാങ്ങ ഒരൊറ്റൊന്നും കഴിയുമ്പോൾ ഉണ്ടാവില്ല. ഇത് ഞാൻ അടുത്തത് സൂപ്പർ ക്യൂൻ എന്ന് പറഞ്ഞ വെറൈറ്റി. ഇതാ ഇതുമേലും കവർ ഇട്ട് വെച്ചിക്കണ് ഞങ്ങള്. കാരണം ഇത് മറ്റേ നെറ്റ് കവറാണ്. ഇനി മേലേക്ക് നോക്ക്, ഇതൊക്കെ കവർ ഇട്ട് വെച്ചിട്ട് തന്നെ ഇരിക്കുന്നത്. കാരണം കവർ ഇടാതെ നേരം വെളുക്കുമ്പോൾ മാങ്ങ ഉണ്ടാവില്ല. കവർ ഇടാതെ ഒരു സാധനം കഴിയുമ്പോൾ ഉണ്ടാവില്ല. അല്ല, ഇത്രയും നല്ല വെറൈറ്റി നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും. നമ്മളിത് മാങ്ങ ഉണ്ടായിട്ട് ഒന്നും ഞാൻ കവർ ഇടൂല എന്നും കരുതിയിട്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതിമൊക്കെ കൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ ഒക്കെ കടിച്ച് കീറി പോകൂലേ. ഇതാണ് ബനാന മാവ് എന്ന് പറഞ്ഞത്. ബനാന മാങ്ങ ഇവിടെ ഇവിടെ
ഇവിടെയൊക്കെ മാങ്ങ ഉണ്ടായി നിൽക്കുന്നത്. ബനാന മാംഗോ. ഇത് മാത്രമൊന്നുമല്ല, ഇതിപ്പോ ഈ മരത്തിന്റെയാണ്. അടുത്ത വലിയ മരതാ, നമുക്കൊക്കെ കേറി കളിക്കാൻ പറ്റുന്ന മരത്തുമ്പോ നിറച്ച് മാങ്ങയാണ്. ഇതൊക്കെ കവറിട്ടിക്കണ്. കവറിട്ടില്ല മാങ്ങ താഴത്തുണ്ടാവും. ഇതൊക്കെ ഇപ്പൊ കവറിട്ട് തന്നെ, കവറിട്ടില്ല മാങ്ങ താഴെ ഉണ്ടാവും. അടിപൊളി. ഓ സൂപ്പർ ട്ടാ. അത് ഇനി സൈസ് വരാണ്ട്, ഇനി സൈസ് വരാണ്ട്. ഇത് ആവണുള്ളൂ. ഇതിന്റെ വണ്ണം നോക്ക്, ഇതാ ഇതുകൊണ്ട് നോക്ക്. സൂപ്പർ. ഇതണ്ട അങ്ങനെ 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 പകുതിയെ കൈ എത്തുള്ളൂ. അപ്പൊ ആവശ്യക്കാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പ്ലാന്റ്സിൽ കൊടുക്കാണ്ടല്ലോ? കൊടുക്കാണ്ട് ആവശ്യക്കാർക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിലും നമ്മൾ കൊടുക്കും. ഇതാണ് ജപ്പാൻ റെഡ്. നമുക്ക് മാങ്ങണ്ടായി മാങ്ങണ്ടായി വരണുണ്ട്. ഇതിൽ മാങ്ങണ്ടായിട്ടില്ല, റെഡ് കളർ ആയിട്ടില്ല. ഇതിലൊക്കെ ആവണുള്ളൂ. കവറിട്ടാലും ആ നെറ്റ് ഇട്ടാലും അതിനുള്ള കൂടെ ഒക്കെ കടിച്ചു വരുന്നുണ്ട് കിളികളെ. ഇതൊക്കെ ഇതാ നമ്മളെ വലിയ ബനാനമ്മ കവറിട്ട് വെച്ചതാണ്. ഇതൊക്കെ ഇതിപ്പോ 8 ഐറ്റം ചെയ്തതാണ്. ഏതൊക്കെയാണ് വെറൈറ്റി? ഇതില് ആർട്വീറ്റ് ഉണ്ട്, നാംഡോക്മൈ ഗോൾഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അതേമാതിരി സൂപ്പർ ക്യൂൻ ഉണ്ട്, പിന്നെ ജയന്റ് ഐവറി ഉണ്ട്. അങ്ങനെ പിന്നെ ഇതിൽ ഓരോന്നും ഇങ്ങനെ നോക്കിയാൽ ഉണ്ട്, പ്രധാനപ്പെട്ട എല്ലാം ഉണ്ട്. അല്ല കാട്ടിമൂൺ ഉണ്ട്. അങ്ങനെ 8 ഐറ്റം മാങ്ങ ഇതിമുണ്ട്. ഇനി ഇത് 5 ഐറ്റം ഉള്ള ഇവിടെ ഉണ്ട്. ഇതാ ഇതേമാതിരി മരങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പുറത്തെ ഇതിലുണ്ട്. ഇത് 5 ഐറ്റം ചെയ്തത്. ഇതിന്മേ ഗോൾഡ്, ഗ്രീന്, പിന്നെ ഗോലക്ക്, പിന്നെ പാൾമർ, ഇതെല്ലാം ഇതിലുണ്ട്. പിന്നെ സൂപ്പർ ക്യൂന് എല്ലാം ഉണ്ട്. ഇത് സൂപ്പർ ക്യൂനും സൂപ്പർ കിങ്ങും 2 ചെയ്താണ്. പിന്നെ അതേമാതിരി ഇതിൻ്റെ മരത്തിൻ്റെ വണ്ണം കണ്ടോ? ഇതൊക്കെ മരത്തിൻ്റെ വണ്ണം കണ്ടോ? ഇതാണ് 5 ഐറ്റം ഉള്ളത്. അത് 5 ഐറ്റം ഉള്ളത്. സൂപ്പർ ക്യൂന്, സൂപ്പർ കിങ്, കാട്ടിമൂണ്, നാംഡോക്മൈ, പിന്നെ ഗോലക്ക്, അതിൽ എല്ലാം ഉണ്ട്. ഇതിലിപ്പോൾ എത്ര ടൈം എടുക്കുന്നത് കായ്ക്കാൻ? ഇതൊക്കെ ഇപ്പോൾ മെച്ചോർഡായ മരങ്ങളാണ്. അടുത്ത പ്രാവശ്യം കായ്ക്കും, ഫ്ലവറും കായും വരും. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ ബഡ് ചെയ്ത ഉടനെ ഒരിക്കലും തൈകൾ കൊടുക്കൂല. ബഡ് ചെയ്തിട്ട് ഈ മൾട്ടി ഗ്രാഫ്റ്റഡ് തൈകൾ അത് ഒരു 1.5-2 വർഷം വളർത്തിയിട്ടേ കൊടുക്കുകയുള്ളൂ. കാരണം എന്നാലേ അവർക്ക് അത് ഉപകാരപ്പെടുള്ളൂ, പ്രയോജനപ്പെടുള്ളൂ. അല്ലാതെ അത് ഉണങ്ങിപ്പോവും. വളർത്തി ഇപ്പം ഇത് കണ്ടില്ല, ഇതൊക്കെ വണ്ണം കണ്ടില്ലേ? ഇതിന്റെ വണ്ണം, ഇതിന്റെ വണ്ണമൊക്കെ കണ്ടില്ലേ? അതൊക്കെ അതിന്റെ പിന്നെ നല്ല റൂട്ട് സ്റ്റോക്കുമ്മില്ല, നല്ല ഒരു മരത്തുമ്മ ചെയ്ത ഇതാണ് ഇതൊക്കെ. ഇപ്പൊ PVS ഗാർഡൻസിൽ വെറൈറ്റീസ് ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഏത് വെറൈറ്റി? അത് വിയറ്റ്നാം സൂപ്പർ എള്ളി എന്ന് പറഞ്ഞ പ്ലാവും തൈകള്. നല്ല ഹെൽത്തി പ്ലാന്റ്. അടിപൊളിയാ. ഇവിടെ ഒക്കെ ഇത് മധുരം ഉണ്ടാവില്ല, പുളിയാണ്. അതായത് ഹൈബ്രിഡ് ബുഷ് ഓറഞ്ച്. ഇതാണ് ഹൈബ്രിഡ് ബുഷ് ഓറഞ്ച്. ഹൈബ്രിഡ് ബുഷ് ഓറഞ്ച് ആണ്. ഇത് മധുരം ഉണ്ടാവില്ല. ഇതിങ്ങനെ പച്ചയിലോ ഇങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റില്ല. പഞ്ചസാര ഇട്ട് ജ്യൂസ് അടിച്ചാല് ഏറ്റവും ടോപ്പ് ജ്യൂസ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിമൊക്കെ ഇപ്പൊ ചെറിയ കായായി വരുന്നുണ്ട്. പിന്നെ വലിയ കായുണ്ട്, മീഡിയം സൈസ് കായുണ്ട്, പഴുത്ത കായുണ്ട്. ഇതിന്റെ ഒരു ഗുണം 365 ദിവസം ഇത് കായ്ച്ചു കൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. ആര് ഗസ്റ്റ് വന്നാലും നമ്മൾക്ക് അതിമന്ന് പിന്നെ ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പറ്റും. പഞ്ചസാര ഇട്ട് ജ്യൂസ് അടിച്ച ഏറ്റവും ടോപ്പ് ജ്യൂസ്. അപ്പൊ അതിന്റെ ചെറിയ തൈകളും എടുത്തിട്ടുണ്ടല്ലോ. അതാ ഇഷ്ടം പോലെ കായ്ച്ച തൈകൾ തന്നെ ഉണ്ട്. ഇതെല്ലാം കായ്ച്ചതാണ്. ഇതിമൊക്കെ ഫുള്ള് കായുണ്ട്. ഇതിമൊക്കെ നോക്കി ഇവിടെ കായ, പച്ച കായ ആയതുകൊണ്ട് കാണൂല തന്നെ. എല്ലായിടത്തും കായാണ്. പേര കണ്ടത് ഏത് പേര? ഇതാണ് പേരയിൽ ഏറ്റവും നല്ല പേരാന്ന് ഞങ്ങൾ പറയല്. തായ് പിങ്ക് പേര എന്ന് പറഞ്ഞ പേര. 350 ഗ്രാം തൂക്കം ഉണ്ടാവും. ഇത് വലുതായി വന്നാൽ ഇത് ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. ഇത് നല്ല ടേസ്റ്റും മധുരമുള്ള ഒരു പേരൊക്കെയാണ്. അതിന്റെ തൈകളാണ്, നല്ല തൈകളാണ് ഈ കാണുന്നത്. തൈകൾ ഉണ്ട് അവിടെ ഒക്കെ. പൂട്ട് തൈകൾ തന്നെയാണ്, പൂട്ട് കായ്ച്ച തൈകൾ തന്നെയാണ്. അതിലൊക്കെ പൂട്ടിട്ടുണ്ട്. സബാറ പിന്നെ കായ്ച്ച മരം. ഇപ്പോൾ കായ് കഴിഞ്ഞ് ഇനി രണ്ടാമത് ഇപ്പോൾ കായ് തുടങ്ങും. ഇതൊരു 12 വർഷമായി തുടങ്ങിയിരിക്കുന്നു. ജബോട്ടിക്കൽ സബാറ, ജബോട്ടിക്ക. കായ്ച്ചത് വേറെ ഇവിടെ കാണിച്ചു തരാം. ഇനി അയിമിന് കായ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ കായ് കഴിഞ്ഞതാണ് രണ്ടാമത്തെ ഇതാണ്. അടിപൊളി ജബോട്ടിക്ക കാഴ്ചക്ക് സബാറ വെറൈറ്റി. സബാറ അപ്പുറത്ത് അവിടെ ഒക്കെ കായുണ്ട്. അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. സബാറ മേലെ വരെ കായ ഉണ്ടായിരുന്ന കായൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ കുറെ കിളികൾ കൊണ്ടുപോകും. ഇത് കവറിട്ട് കൊടുക്കാൻ വയ്യല്ലോ, ഇത് വലട്ട് കൊടുക്കണം ഒന്നിച്ചിട്ട്. അടിപൊളിയാ. കുറെ കിളികൾ കൊണ്ടുപോകും. ഇതിന്റെ ചെറിയ തൈകളൊക്കെ എടുത്തില്ലേ? ചെറിയ തൈകൾ എല്ലാത്തിന്റെ ഉണ്ട്. 2 പേരുണ്ട്. അല്ല ബുഷായിട്ടുള്ള മരം. ഇതൊന്നും എടുത്ത് കഴിച്ചു നോക്കതാ. ഇതൊന്നും എടുത്ത് കഴിച്ചു നോക്കതാ. ഇത് കയ്യിൽ ഒത്തിരി വലിപ്പം നോക്കാം. അതിന്റെ വേണ്ട. ഇതേത് വെറൈറ്റി? ഇത് നാംഡോക്ക്. ഫുള്ള് മാങ്ങ ആയിട്ട് നിൽക്കുകയാണ്. അതിന്റെ ഒരു 5 ഇഞ്ച് വണ്ണുണ്ട് മരം. നല്ല സൈസുള്ള മരമാണ്. ടേസ്റ്റുള്ള മാങ്ങനല്ലേ? നല്ല ടേസ്റ്റുള്ള മാങ്ങ. നാംഡോക്ക് നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെ. കവറിലാക്കി വെച്ച് കാട്ടത്. ഇതൊക്കെ തൈകൾ നമ്മളെടുത്തുണ്ട്. പിന്നെ ബനാനിന്റെ തൈകള് ആണ് ഇതൊക്കെ.
ഇതൊക്കെ ബനാന തൈകള്, ബനാന മാംഗോന്റെ തൈകളാട്ടോ ഇതൊക്കെ. ബനാന ഉണ്ട്, സൂപ്പർ ക്യൂൻ ഉണ്ട്, സൂപ്പർ കിങ് ഉണ്ട്, 4kg എല്ലാ ഇതുണ്ട്, 4kg ഉണ്ട്, എല്ലാത്തിൻ്റെയും തൈകൾ ഇവിടെ ഉണ്ട്, വലിയ വലിയ തൈകൾ. ഇത് വൈറ്റ് ലോങ് ആട്ടോ, മരത്തിൽ നിറയെ കാശ് നിൽക്കുന്ന വൈറ്റ് ലോങ്. വൈറ്റ് ലോങ്ങിന് അത്യാവശ്യം നല്ല ഒരു വെറൈറ്റി ഫ്രൂട്ട്, നല്ല ഫ്രൂട്ടാണ്. അതായത് ചെറിയ കുരുവാണ് അതിന്റെ പ്രത്യേകത. അതാണ് ഞങ്ങൾ പറയുകയാണെങ്കിൽ വൈറ്റ് ലോങ്ങിനെ പറയുള്ളൂ. കുരു ചെറുതാണ്, അതെ അതെ, അതുകൊണ്ടാണ് നല്ലോണം കായ്ക്കണുണ്ട്. ഇതിന്റെ മരത്തില് മരതാ ഈ റമ്മിലുള്ളത് വലിയ മരം, അതാ 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 അത് വലിയ മരാണ് കണ്ടോ, വലിയ മരാട്ടത്. ഇതിലാണിപ്പോ ഈ അവിടെയൊക്കെ കായ് വരണുണ്ട്. അവിടെ അപ്പൊ ആ സൈഡിലൊക്കെ ഉണ്ടല്ലേ? ആ ഉണ്ട്. വലിപ്പം നോക്കാജി, അങ്ങോട്ട് ഇന്നാലേ കിട്ടുള്ളൂ. അതെ അതെ, അല്ലേ ആ സൈഡിലൊക്കെ ഉണ്ട്. സ്ഥലം അങ്ങോട്ട് പോകാൻ പറ്റാത്ത കാരണം എടുക്കാൻ പറ്റണില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ചെറിയ തൈകൾ ഉണ്ടാവില്ലേ? ഉണ്ട്. അപ്പൊ നമ്മൾ വൈറ്റ് അടക്കം ഉണ്ട്. വേറൊരു വെറൈറ്റി ലോങ് ആട്ടത്, ബ്രൗൺ കളർ മാർക്കറ്റ് ലോങ്, മാർക്കറ്റിലുള്ള അത് മാർക്കറ്റിലുള്ള ഈ ഒരു മരത്തിനടുപ്പത്ത് കാഴ്ച നിൽക്കുന്ന ലോങ്ങിന്റെ രണ്ടാമത്തെ വെറൈറ്റി കണ്ട്. ഈ വേറെ ലോങ്ങിന് ഏതുള്ളത്? അടുത്തത് ഡയമണ്ട് റിവർ. ഡയമണ്ട് റിവർ ഇങ്ങോട്ട് കയറുന്നു. അവിടെയൊക്കെ ഫുള്ള് ഫ്ലവർ ആയി വരുന്നുണ്ട്. അതിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് ഈ ലോങ്ങിന്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മരം, വലിയ മരമാണ്. അപ്പൊ ഇതിന് ചെറിയ തൈകളൊക്കെ എടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ തൈകളുണ്ട്. ലോങ്ങണില് ഞങ്ങൾ ദിമന്നേല ഉണ്ടാക്കുന്നതാണ്. ലോങ്കണ്ട് ഒക്കെ ഏകദേശം എല്ലാ പറയും. ലോങ്കണും പിന്നെ ജബോട്ടിക്കാവ്, അതേമാതിരി പിന്നെ മാവ്, പിലാവ്, റംബുട്ടാന്, പിന്നെ അതേമാതിരി പേര വർഗത്തിൽപ്പെട്ടത്, പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി മാവ് വർഗത്തിൽപ്പെട്ടതൊക്കെ ഞങ്ങളിവിടെ കൂടുതലും ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 100% ഗ്യാരണ്ടിയോടെ കൊടുക്കാം. അത് തായ് ഗ്രീൻ നല്ല വലിപ്പമുണ്ടാവും. ഇത് ഇത്ര ഒന്നുമല്ല, ഇത് 130 ഗ്രാം 120 ഗ്രാം വരെ തൂക്കം വരുന്നുണ്ട്. നല്ല നല്ല മധുരമുള്ളത് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഹോങ്ഷാങ്ങിയ എന്ന് പറഞ്ഞ മാങ്ങ. അതായത് ഇത് ഇങ്ങനെ റെഡ് കളർ കയറി വരുന്നുണ്ടില്ലേ, ഇങ്ങനെ റെഡ് കളർ കയറി വരും. അങ്ങോട്ട് പിടിച്ചു നോക്ക്, ഇതാ റെഡ് കളർ കയറി വരും. ഇതിലൊക്കെ റെഡ് കളർ കയറി വരണം. ഇത് നമുക്ക് മാങ്ങണ്ടാ, ഇതൊക്കെ അതിന്റെ മരം തന്നെയാണ്. ഇതൊക്കെ തന്നെ അവിടക്കൊക്കെ ഉണ്ട്, അപ്പുറത്തൊക്കെ ചെറിയ തൈകളുണ്ടോ? ആ ചെറിയ തൈകളുണ്ട്. ഏറ്റവും ടോപ്പ് മാങ്ങ, എല്ലാ മാങ്ങയാണ്. ശരി, ഓക്കെ, അടിപൊളി മാങ്ങ ആയിരിക്കുമല്ലോ. അപ്പൊ പഴുത്തുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അത് കുറച്ചുകൂടി കഴിയണല്ലോ. ഞാൻ എപ്പോഴും അബിയു കായ്ച്ചിക്കണ് കാണിച്ചു തരണം. അബിയു ഒന്ന് കാണാലോ. ഇതാണ് എപ്പോഴും അബിയു കായ്ച്ചു നിൽക്കുന്നത്. അതും നല്ല വലിയ ജയന്റ് അബിയൂട്ടാ. ഇതും കവറിട്ട് വെച്ചിക്കണ്. ഇനിയിപ്പോ ഇതിന് വേണമെങ്കിൽ പറയും അതെന്തിനാ കവറിട്ടിക്കണ്. കവറിടാതെ പറ്റില്ല, അടിപൊളിട്ടാ. ഇങ്ങനെ വെക്കുന്നോണ്ടാണ് കൈ ആയിട്ട് ചോട്ട് വെച്ചാൽ മതി, താങ്ങി പിടിച്ചോണോ. അതുമല്ല അല്ലാവും പറയും. നല്ല ഭംഗിയിൽ കായ്ക്കുന്നില്ല, ചെറിയൊരു ഇതിലാണ് കിടക്കുന്നത്. ഇതെല്ലാം ഫുള്ള് കായ ഉണ്ടായിരുന്നു, പൊട്ടിച്ചെടുത്താണ്. കവറിട്ടില്ലെങ്കിൽ ഇത് അപ്പത്തന്നെ അതിന്റെ അവകാശികളുണ്ടാവും. ഇത് ചെറിയ എത്ര പ്രായം കാണുന്നത്? ഇത് 2.5 വർഷം കഴിഞ്ഞ്. സൈസ് പ്ലാന്റ് വെച്ചാൽ ഒരു 1.5-2 വർഷം കൊണ്ട് കായ്ക്കും. ആ പ്ലാന്റ് എടുത്തില്ലേ? ഉണ്ടല്ലോ, ഇഷ്ടംപോലെ അബിയുടെ തൈ നമ്മൾ എടുത്തിട്ട്. ഈ മാവ് അടിപൊളി മാവ്, ഇത് ഗോൾഡ് നല്ല കട കാഴ്ചതാട്ടാ. സൂപ്പർ മാവട്ടാ, നാംഡോക്കുമായി കാഴ്ച മരമാണ്. സൂപ്പർ മരങ്ങൾ. ഈ ചാമ്പ ഏതാ? ഇത് ചാമ്പാണ്, ഗ്രീൻ ചാമ്പ. ഗ്രീൻ ചാമ്പ കെട്ടയച്ചാലേ ശരിക്കും കാണുള്ളൂ. ഇതൊക്കെ കവറിട്ടില്ലെങ്കിൽ ഇതൊന്നും കിട്ടൂല, ഇതൊക്കെ പോവും. കിളികളും ഉണ്ടാവും. ഇതാണ് മാഷാഅല്ലാഹ്. ഗ്രീൻ ചാമ്പ കേട്ടത്. ഇത് ഇങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോവാ. അതിന്റെ ചെറിയ തൈകൾ അതും ഉണ്ട് അല്ലേ? ഉണ്ട്, തൈകൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെടുത്ത്. ചാമ്പയിൽ നമ്മൾ എല്ലാ ചാമ്പകളും നമ്മൾ എടുത്തുള്ള ചാമ്പകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ, കൊടുക്കുള്ളൂ. അത്രയും നല്ലത് മാത്രമേ വെക്കുള്ളൂ, നല്ലത് മാത്രമേ കൊടുക്കുകയുള്ളൂ. ചാമ്പയിൽ ഒരുപാട് ചാമ്പൊക്കെ ഉണ്ട്, പച്ചവെള്ളം പോലെ ഒന്നിനും പറ്റാത്തതുണ്ട്. അതിൽ നല്ലത് മാത്രമേ നമ്മൾ മധുരമുള്ളത് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇതാണ് റെഡ് വേറാപ്പിൾ, നിറച്ച് കായ്ച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒക്കെ തൈകളുണ്ട്, റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്. ഒക്കെ 100% ഗ്യാരണ്ടിയോടെ കൊടുക്കും. ഇതിന്റെ ചെറിയ തൈകൾ ഗ്യാരണ്ടിയോട് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, നല്ല തൈകളുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട് തന്നെ, നല്ല വലിപ്പം വെക്കും, ടേസ്റ്റും ഉണ്ട്, നല്ല മധുരമുണ്ട്. ഇതേതാണ് ഈ പൈനാപ്പിൾ? വെറൈറ്റി പൈനാപ്പിളുകളാണ്. അതായത് ഇതിമ്മ മുള്ളുണ്ടാവില്ല, അങ്ങോട്ട് നോക്കുക. മുള്ളില്ലാത്ത പൈനാപ്പിള് 5 കിലോ മുതൽ 8 കിലോ വരെ തൂക്കം വരുന്ന ഏറ്റവും നല്ല മധുരം കൂനടക്കം തിന്നാൻ പറ്റുന്ന പൈനാപ്പിള്. അത്രയും ടേസ്റ്റ് ഉള്ളത്. ഇതെല്ലാം അതിൻ്റെ തൈകളാണ്. ഞങ്ങളിവിടെ കൃഷിയായിട്ട് ഉണ്ടാക്കിയതാണിത്, തുടങ്ങിയതാണ് ഇതൊക്കെ. അതിൽ വരെ വന്നിട്ടുണ്ട്, ഇതിലൊക്കെ വന്നിട്ടുണ്ട്. സൈസ് എത്ര? ഇത് 5 കിലോ മുതൽ 8 കിലോ വരെ വരും. 8 കിലോ വരണമെങ്കിൽ നിലത്ത് വെക്കണം കേട്ടോ. ഇതൊക്കെ ചട്ടിയിലാണ്. ചട്ടിയിൽ ഒരു 5-6 വരെ വരും. റംബുട്ടാന്റെ ഫ്ലവർ വന്ന മരം കണ്ടോ? മൊത്തം റംബുട്ടാന്റെ മരത്തിൽ നിറയെ ഫ്ലവർ വന്നിട്ട്. ഏത് വെറൈറ്റി? മാഷാ അല്ലാഹ്, അതാണ് റംബുട്ടാന്. നല്ല ടോപ്പ് വെറൈറ്റി റംബുട്ടാനാണ്. അതായത് പിന്നെ ഒരു പഴം 100 ഗ്രാം ഉണ്ടാവും. പിന്നെ
സീസർ എന്ന് പറഞ്ഞ വെറൈറ്റി അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, കുരു വേറിട്ട് പോരും. റംബുട്ടാൻ എത്ര വെറൈറ്റി കൊടുത്തുണ്ട്? റംബുട്ടാൻ്റെ ഏകദേശം നല്ല വെറൈറ്റികളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. N18, റോങ്റിയൻ, ബിഞ്ചായി, സ്കൂൾ ബോയ്, മൽവാന, സീസർ, അതേമാതിരി കിങ്, ഇങ്ങനെയുള്ള എല്ലാ നല്ല വെറൈറ്റികളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞ റംബുട്ടാൻ, അതാണ് ഈ പൂട്ടിക്കുന്നതൊക്കെ. യെല്ലോ റംബുട്ടാൻ. യെല്ലോ റംബുട്ടാൻ ഇതിന്റെ ചെറിയ തൈകളൊക്കെ കൊടുത്തുണ്ടല്ലേ? എല്ലാം ഉണ്ട്, എല്ലാത്തിനും തൈകൾ 100% ഗ്യാരണ്ടിയോടെ കൊടുക്കും. ഇതാണ് സീഡ്ലെസ് ലെമൺ. സീഡ്ലെസ് ലെമൺ അവർ വീട്ടിൽ വെക്കാൻ പറ്റിയ വെറൈറ്റി തന്നെയാണ്. കുരുല്ല, നല്ല നീരുള്ളത്. ഇതിൽ 2-3 ടൈപ്പ് ഉണ്ട് കേട്ടോ. അതിൽ നല്ല നീരുള്ളത് മാത്രം നല്ലത് തിരഞ്ഞെടുത്ത് നടുക. അത് ചില വെറൈറ്റി നല്ലതല്ല. സീഡ്ലെസ് ലെമണിൽ ചില വെറൈറ്റി നല്ലതല്ല. അപ്പോൾ അതിൽ നല്ല വെറൈറ്റി തിരഞ്ഞെടുത്ത് നടുക. എല്ലാ സമയത്തും കായ ഉണ്ടാവും. ഒരു ചെറുനാരങ്ങ മതി ഒരു ദിവസത്തിന്. ഇതൊരു കല്ല് മോഡലുള്ള ടൈപ്പും ഉണ്ട്, അത് വാങ്ങരുത്. അതിൽ നീര് കുറയും, സോഫ്റ്റ് ആവണം. സോഫ്റ്റ് ഉള്ളത് നല്ലത് സ്വീറ്റ്ലെസ് ചെറുനാരങ്ങ വാങ്ങി നടുക. അടിപൊളി, അത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. ഇതാണ് ഗോലക്ക്. ഇതുണ്ടല്ലേ, വണ്ണം കണ്ടില്ലേ? ഗോലക്ക് മാവ്. ഗോലക്ക്. ഇത് മാങ്ങ ഉണ്ട്. ഇതാ മാങ്ങ വലിയ മാങ്ങായി തുടങ്ങി. വലിയ മാങ്ങായി തുടങ്ങി. അടിയിൽ ഇതാ മാങ്ങ. ഇതാ അവിടെ ഉണ്ട്. വലുതായി വരണുള്ളൂ അത്. ഗോലക്കിട്ടാ അടിപൊളിയാ, സൂപ്പർ. നല്ല വലിപ്പമുണ്ട്. വലിപ്പമായി വരണുള്ളൂ. ഇത്ര നല്ല വലിപ്പം വരിക, 1 കിലോ വരെ വരും. ഇതിനേക്കാൾ സൈസ് ഉണ്ടാവും. സൈസ് എല്ലാം വരും. ടേസ്റ്റ് ഉള്ള മാങ്ങ, നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ ഗോലക്ക്. ഇതിന് ചെറിയ തൈകൾ ചെറുതുണ്ട്. ഇത് കൊടുക്കാനുള്ള ഡെലിവറി കൊറിയർ ഒന്നും ഇല്ല. ഇവിടെ വന്നിട്ട് എടുക്കണം തൈകൾ, വന്ന് സെലക്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ അവർക്ക് വേണമെങ്കിൽ വണ്ടിയിൽ വിട്ടു കൊടുക്കുക, വണ്ടിൻ്റെ വാടക അവർ കൊടുക്കുക. അപ്പോൾ അതിന് പിന്നെ അതാണ് ഏറ്റവും ഉത്തമം, ഇവിടെ വന്ന് എടുക്കുന്നത്. അങ്ങനെ വന്നെടുക്കാൻ പറ്റുന്നവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.